ഇത്രയും ഡിലേ വന്നത്. നമ്മളൊരു കുറേ ഫെസ്റ്റിവലുകൾ അറ്റൻഡ് ചെയ്തൊരു 13 അവാർഡുകൾ കിട്ടി. അപ്പോൾ ഇന്നിവിടെ ലോഞ്ച് ആവുകയാണ്. ഇപ്പോൾ മലയാള സിനിമയുടെ മമ്മി ലതാദാസ് ഇനോഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ ഷോപ്പിലൂടെ കുറേ കാലത്തിന് ശേഷം കേരളത്തിലേക്ക് എത്തിയിരിക്കും, പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ ഉടനെ എൻ്റെ ഷെബിലിൻ്റെ ഒരു സിനിമ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത്രയും നല്ലൊരു ഷോർട്ട് മൂവി, അതായത് 10-13 അവാർഡ് കിട്ടാന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമില്ല. ഒരു വർക്ക് ഇത്ര നാളും വെയിറ്റ് ചെയ്തത് അത് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞ പോലെ കുറച്ച് ലേറ്റ് ആവുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കുറച്ച് കഴിക്കുകയാണെങ്കിൽ മരം എന്നുള്ള ഒരു കൊച്ചു മൂവി മലയാളത്തിന് ഒരു പുതിയൊരു അനുഭവം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും കൂടുതൽ എത്തട്ടെ. അതിലൂടെ അതിൽ അഭിനയിച്ച എനിക്കും ഇവർക്കൊക്കെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടട്ടെ. തീർച്ചയായിട്ടും മേഡത്തിന് കൂടുതൽ അഭിനയിക്കുന്ന ഒരു അവസരം നമുക്ക് കിട്ടട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക, എല്ലാവരും അത് ഷെയർ ചെയ്യുക. താങ്ക് യു. മരം ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന ഹസ്ബൻഡായിട്ട് കുറേ നാളായി. ഇങ്ങനെ ഈ അവാർഡുകൾ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഓരോരുത്തർ ചോദിക്കല്ലേ അപ്പൊ കാണാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതിന്റെ അപ്പൊ അതിന് വളരെ സന്തോഷം. എല്ലാവർക്കും ഒരു എഫർട്ട് എന്നുള്ളൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. സജീവ് സാർ കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത ഫസ്റ്റ് വർക്ക് കൂടിയാണ്. അതിനുശേഷം ഞങ്ങൾ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും മരായിരുന്നു ഫസ്റ്റ് വർക്ക്. പക്ഷെ അത് റിലീസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും അത് എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ. കുറെ അവാർഡുകളും നേരിടുന്നൊരു വർക്കാണ്. അതെ, DOPക്ക്, എഡിറ്റർക്ക് എല്ലാവർക്കും അവാർഡ് കിട്ടിയ ഒരു വർക്കും കൂടിയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ ശരിക്കും പറഞ്ഞാല് സജീഷും ഷെമിയും കൂടി കൂടിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമാണ്. ഇത് നേരത്തെ തന്നെ ഹിറ്റായിരിക്കുകയാണ്. ഇതിന്റെ ഷൂട്ടിങ്ങിൽ തന്നെ ഇത് ഹിറ്റായിരിക്കുകയാണ്. അതാണ് സജീഷിന്റെയും ഷെമിയുടെയും ഒരു കോമ്പോ. പിന്നെ ഇവരുടെയൊക്കെ ഹീറോയിൻ്റെ ഒരു ഇത് നന്നായിട്ടുണ്ട്. ഇതെല്ലാവരും കാണുക. സജീഷിന്റെ ഒരു 3-4 ഷോർട്ട് മൂവി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇത് വന്നപ്പം എനിക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വ്യൂവേഴ്സ് എങ്ങനെ കാണും എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പല ഇത് നടത്തിയപ്പോഴത്തേക്ക് പലരും വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അത് നല്ല സന്തോഷമുണ്ട്. എല്ലാ കുടുംബ ബേസിലും നന്ദി അറിയിക്കുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സജീഷ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ലേറ്റ് ആയാലും നല്ല അവാർഡ്സൊക്കെ വാങ്ങി ഈ ഫിലിം റിലീസ് ചെയ്യാൻ സാധിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. സജീഷ് ഭായി നിന്ന് മരങ്ങൾ ഷോർട്ട് മൂവിയുടെ റിലീസിനായിട്ടാണ് വിളിച്ചത്. ഇപ്പോൾ ഇവിടെ വന്ന് ഫിലിം കാണുന്നുണ്ടായി. കണ്ടപ്പോഴാണ് ഈ ഫിലിം ഇത്ര ലേറ്റ് ആയാലും, അത് നമ്മൾ പറയില്ലേ, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഫിലിം എടുത്തിട്ട് 1-2 വർഷത്തോളമായി എന്നുള്ളത്. പക്ഷേ ഈ ഫിലിം എന്ന് പറഞ്ഞാൽ കുറേ ഷോർട്ട് മൂവീസ് വന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മൂവിയല്ല അത്. ഈ 13 അവാർഡ് കിട്ടിയെന്ന് പറയണത് അതിന്
അത്രയും അതിൽ വാല്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ളൊരു ഷോർട്ട് മൂവിയാണ്. നല്ലൊരു മെസ്സേജ് ഉള്ളൊരു മൂവിയാണ്. നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കും ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് എവിടേക്കും ഒരു നീറ്റിലുണ്ടായിരിക്കും. മരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചത് അത് പ്രകൃതിയായിട്ട് ബന്ധമൊക്കെയുള്ള എന്തൊരു സംഭവമായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അതൊരു തണലാണെന്നുള്ളത് ഈ മൂവി കണ്ടു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായിരിക്കും. നമ്മളിപ്പോൾ ചില സിറ്റുവേഷനിൽ ചെന്നുപെടും, നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരിൽ എത്തിപ്പെടും. പക്ഷെ എവിടെ നമ്മൾ എത്തിപ്പെട്ടാലും നമ്മളുടെ വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് തന്നിട്ടുള്ള ചില വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് അങ്ങനത്തേക്കുള്ള സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ പറ്റും. അതാണ് ഈ സിനിമയിലൂടെ സജീഷ് ഭായി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഇതിൻ്റെ നായിക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നായകൻ ഇതിൽ വന്നു പോയിട്ടുള്ള ഓരോ ചെറിയ വേഷം ചെയ്തിട്ടുള്ള ഓരോരുത്തരും തന്നെ അവരുടെ സ്പേസ് അവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഡയറക്ഷനും നന്നായിട്ട്, പിന്നെ അതുപോലെ അതിൻ്റെ ദൃശ്യഭംഗി വിഷ്വൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് ഒരു നല്ലൊരു തുടക്കമാവട്ടെ. പലരും ഈ ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ തന്നെയാണ്, പക്ഷേ ഇത് നല്ലൊരു ബ്രേക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു.